ഒഴിവുകൾ കുറഞ്ഞ ഒഴിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് NCA 10-12 വേക്കൻസിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു ഇനി വരാൻ പോകുന്ന LP-UPയുടെ എക്സാം ഒരു ട്രയൽ പോലെ എന്നുള്ള രീതിയിലാണ് ഞാനത് അറ്റൻഡ് ചെയ്തത്. എൻ്റെ പേര് സുജിഷ. ഞാനിപ്പോൾ ട്രിവാൻഡ്രം UPSC NCA 8ാം റാങ്ക് ഹോൾഡറാണ്. എൻ്റെ വീട് മലപ്പുറം കോഡൂരാണ്. 2010 ഞാൻ B.Ed കഴിഞ്ഞിറങ്ങിയത്. പിന്നെ കുട്ടികളായി, രണ്ടുപേരും ചെറുതായിരുന്നു. അപ്പോൾ നമുക്ക് PSCനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരു ജോലി വേണം എന്നുള്ളൊരു അത്യാവശ്യം നമുക്കത്രേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു ഇത് നമുക്ക് പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്ത് അങ്ങനെ പോകാമെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ 2017 LD വന്ന സമയത്താണ് ഞാൻ മലപ്പുറം എയ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടെ പഠിക്കാൻ തുടങ്ങി. എപ്പോഴാണ് ക്ലാസ്സിന് LD ബാച്ചിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്, PSC എന്താണെന്നും PSCനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ നമ്മളവിടെ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ LD എക്സാം വന്നു. അപ്പോൾ നമുക്ക് അത് കൂടുതലൊന്നും നമ്മൾ പഠിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ആദ്യമായിട്ട് അങ്ങനെ എഴുതി. അപ്പോൾ എക്സാമിനെ കുറിച്ച് അപ്പോഴാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞത്. പിന്നെ അതിന് ശേഷം കുറച്ചൊക്കെ റീഡിങ്ങിനൊക്കെ പോയി. അവിടെ കുറച്ച് കാലം അത്യാവശ്യം ഒരു ട്രാക്കിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വീണ്ടും നമുക്കൊരു ഇപ്പോൾ ഇത് ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയത്തിൽ അങ്ങനെ നിന്നു. അപ്പോഴാണ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് 2 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോഴേക്കാണ് പിന്നെ നമ്മളുടെ കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ സ്കൂളുകളൊക്കെ അടച്ച സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു. അപ്പോഴാണ് 2020 UPയുടെ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാനിതുപോലെ അവിടെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അധികം സമയമൊന്നുമില്ല, വീട്ടിലിരുന്ന് ക്ലാസ്സുകളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. സൈക്കോളജി നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല, കൂടുതലൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളും കണ്ട് നമ്മൾ സ്വയം പഠനം ഒരു 1-2 മാസം മാത്രമേ പഠിക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് എക്സാം വന്നു. അപ്പോൾ അതത്ര കാര്യമായിട്ട് എഴുതാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കൊറോണ ഒക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലിരുന്ന് കുറച്ച് ഗ്യാപ്പൊക്കെ വന്ന് വീണ്ടും LP-UPയുടെ എക്സാം വന്നു. അപ്പോഴാണ് നമ്മളിതിൽ വീണ്ടും ഇതിലേക്ക് വരാമെന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ വീണ്ടും ഞാൻ LP-UP എക്സാം വരുന്നതിന് കുറച്ച് മുന്നേ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വീണ്ടും മലപ്പുറം എയ്സിൽ വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കുറച്ച് സമയം 2-3 മാസത്തിൻ്റെ ഇടയിലാണ് NCAയുടെ എക്സാം വന്നത്, NCA ട്രിവാൻഡ്രം. അപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് അവിടെ പോയി എക്സാം എഴുതി വരുമോ എന്നുള്ള ചിന്തയിൽ കൊടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത്, കൊടുക്കാം, നമുക്കൊരു എക്സാമിന് വേണമെങ്കിൽ നമുക്ക് അവിടെ വരെ പോവാം, കുഴപ്പമില്ല, നീ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടു. അങ്ങനെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്, ഏത് രീതിയിലും നമുക്ക് സപ്പോർട്ടാണ്, ഫാമിലിയിലായാലും ഹസ്ബൻഡ് വീട്ടിൽ നിന്നായാലും നമ്മളെ വീട്ടിൽ നിന്നായാലും. അപ്പോൾ നമുക്കങ്ങനെ അത് അപ്ലൈ ചെയ്തു. അപ്പോൾ പിന്നെ അത് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ മലപ്പുറത്ത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റി, മലപ്പുറത്ത് തന്നെ എക്സാം എഴുതാൻ പറ്റി. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റൻഡ് ചെയ്തു. കൂടുതൽ നെഗറ്റീവൊന്നും വന്നിട്ടില്ല എന്നുള്ളത് ധാരണയായിരുന്നു. പിന്നെ നമുക്ക് കുറഞ്ഞ ഒഴിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് NCA 10-12 വേക്കൻസിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു ഇനി വരാൻ പോകുന്ന LP-UPയുടെ എക്സാം ഒരു ട്രയൽ പോലെ എന്നുള്ള രീതിയിലാണ് ഞാനത് അറ്റൻഡ് ചെയ്തത്. പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് SCERT ഒന്നും അന്ന് അത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്സ്, സയൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്. അപ്പോൾ മാത്സും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ സയൻസും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ നെഗറ്റീവ് വരാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ മെസ്സേജ് വന്നു, നമുക്ക് ഇതിൽ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെരിഫിക്കേഷന് പോയി. പിന്നെ ഇൻ്റർവ്യൂ ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 18 ഇൻ്റർവ്യൂ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡ്വൈസ് ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാം നമ്മളുടെ എയ്സിലുള്ള എക്സാമുകൾ ആഴ്ചയിൽ ഒരു എക്സാം ഉണ്ടായിരിക്കും, OMR എക്സാം ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ ആണ് അവർ നടത്താറ്, കറക്റ്റ് ടൈം, അതുപോലെ നല്ല വാല്യുവേഷൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ആഴ്ചയിലൊരു എക്സാം. പിന്നെ അതുപോലെ SCERT 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കംപ്ലീറ്റ് പഠിക്കുക എന്നുള്ളൊരിതാണ്. PSCക്ക് മെയിനായിട്ട് കൂടുതലും ഇപ്പോൾ SCERT നിന്നാണല്ലോ ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള സയൻസ്, SS പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, 2-3 തവണ റിവിഷൻ ചെയ്യണം എന്നാണ്
എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാലും നമ്മൾ ഒഴിവുകൾക്ക് അനുസരിച്ചല്ല അതായത് നമ്മളിപ്പോൾ 1-2 ഒഴിവുകൾ അല്ലെങ്കിൽ 10 ഒഴിവുകൾ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എക്സാമിന് നമ്മൾ അതിലൊരാളാവുക. നമുക്കൊരു റാങ്കല്ലേ വേണ്ടുള്ളൂ, ഒരാൾക്കൊരു ജോലി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏത് എക്സാമിനും നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം, അതായത് നമ്മൾ തുടർച്ചയായി പഠിക്കുക. നമ്മളൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്, വീണ്ടും ഒന്നിന്ന് തുടങ്ങുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ എന്നും നമ്മൾ അതിന് സമയം കണ്ടെത്തി തന്നെ പഠിക്കുക. തുടർച്ചയായിട്ടുള്ള പഠനം തന്നെയാണ് PSC പെട്ടെന്ന് കിട്ടാനുള്ളൊരു ഏക മാർഗം എന്ന് പറയുന്നത്. നമുക്കല്ലാതെ ഇതിലൊരു വേറെ എളുപ്പവഴികളൊന്നുമില്ല. പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ സബ്ജക്റ്റുകളും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് PSC നമുക്ക് കിട്ടാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്.